നിന്നുള്ള ദൃശ്യങ്ങൾ കാണുകയാണ്. കാലൊടിഞ്ഞ പരിക്ക് പറ്റിയ ഒരാളെ മാറ്റുന്ന ദൃശ്യങ്ങളാണ്. വെള്ളം കയറിയതിനെ തുടർന്ന് പലരെയും വീടുകളിൽ നിന്ന് മാറ്റുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആറന്മുളയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു യുവതിയെ കാലിന് സുഖമില്ലാതിരിക്കുകയാണ്. അവരെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുകയാണ്. സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് മാറ്റുകയാണ്. സന്നദ്ധ പ്രവർത്തകരും പോലീസും എല്ലാം ചേർന്ന് അവരെ മാറ്റുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രായമായ ആളുകളുമുണ്ട്. ഏതായാലും ആറന്മുളയിൽ കരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വെള്ളം പൊങ്ങുന്നത് ആശങ്കപ്പെടുത്തുകയാണ്. റാന്നിയിൽ വെള്ളം താഴുന്നതിനനുസരിച്ച് ആറന്മുളയിൽ വെള്ളം ഒഴുകിയെത്തുന്ന നിലയാണുള്ളത്. അതുകൊണ്ട് തന്നെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നത് ആശ്വാസകരം തന്നെ. ഇപ്പോൾ മന്ത്രി PC വിശ്വനാഥിൻ്റെ നേതൃത്വത്തിൽ ആറന്മുളയിൽ യോഗം ചേരുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകളിലാണ്. ആന്റോ ആന്റണി MP-യും അബിൻ വർക്കി MLA-യും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. PC വിശ്വനാഥാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി. അദ്ദേഹം അവിടെ എത്തി. നേരത്തെ റാന്നിയിലെത്തിയിരുന്നു. അവിടുത്തെ സാഹചര്യം വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ആറന്മുളയിലെത്തിയത്. അവിടെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം യോഗം ചേരുകയാണ്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള യോഗം ചേരുന്നു. ആറന്മുളയിൽ ഗുരുതര സാഹചര്യമാണ് എന്നതാണ് നേരത്തെ അബിൻ വർക്കി MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. AV ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, എങ്ങനെ ഇനിയും ആളുകളെ മാറ്റാനുണ്ടോ? ഇപ്പോൾ നമ്മൾ കാലിന് വയ്യാത്ത ഒരു യുവതിയെ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. ആളുകളെ വീണ്ടും ഒഴിപ്പിക്കേണ്ടതുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലായി തുറക്കേണ്ടതുണ്ടോ? അതായത് വിനീത, ഈ പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനാലാണ് ഇത്തരത്തിൽ ആളുകളെ മറ്റ് ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉള്ളത്. കാരണം ജീപ്പുകൾക്കൊക്കെയാണ് ഇത്തരത്തിൽ സൈലൻസറിൽ വെള്ളം കയറാതെ ഈ വെള്ളക്കെട്ടിലൂടെ മുന്നോട്ട് പോകാനുള്ളൊരു ഇതുള്ളത്. അതുകൊണ്ടാണ് ജീപ്പുകളിലൂടെ ഉൾപ്പെടെ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉള്ളത്. ആംബുലൻസിലെത്തിയ ഒരു രോഗിയാണ് ഒരു ജീപ്പിന്റെ സഹായത്തോടുകൂടി മറ്റൊരു ഇടത്തേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രളയ സമാന സാഹചര്യം തന്നെ പത്തനംതിട്ടയിൽ, പ്രത്യേകിച്ച് ആറന്മുള മേഖലയിലൊക്കെ തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. വലിയ തോതിൽ വെള്ളത്തിന്റെ അളവ് ഓരോ സമയം കൂടുന്നു. ഈ ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, കിട്ടുന്ന വാഹനങ്ങളിൽ ആളുകളെ മാറ്റുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു കുട്ടവഞ്ചിയിലും ചങ്ങാടത്തിലുമൊക്കെയായി ആളുകളെ വെള്ളക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഏതായാലും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നു. നിലവിൽ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ മഴ ഇനിയും കനക്കുകയാണെങ്കിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പറയാനുള്ളത്.